A+2 സ്വാഗതം. ഇത് നിങ്ങൾ കേട്ട് ചിരിക്കരുത് എന്ന അപേക്ഷയോടുകൂടിയാണ് ഈ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത്. ഈ മലപ്പുറത്തു നിന്നുള്ള ഒരു ഭിക്ഷക്കാരനായ മുസ്ലിമിൻ്റെ കഥയാണ്. ഹൈക്കോടതി ഇടപെട്ട ഒരു കേസുമാണ്. അടുത്ത കാലത്ത് ഇത് സംബന്ധിച്ച് ഹൈക്കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളും തുടർന്ന് ഉണ്ടായ വിധിയുമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നത് മലപ്പുറം ജില്ലയിലെ ഒരു പെറ്റീഷണറാണ്, ഒരു മുസ്ലിം സ്ത്രീയാണ്. അവർ ഹൈക്കോടതിയുടെ മുമ്പിൽ പെറ്റീഷനുമായി വന്നത് തൻ്റെ ഭർത്താവ് തൻ്റെ വിവാഹ ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. ഇപ്പോൾ വേറൊരു സ്ത്രീയെ വിവാഹം കഴിക്കാനായി പ്ലാൻ ഇടുന്നുണ്ട്. അത് തടയണം. 1. 2, തനിക്ക് മെയിൻ്റനൻസ്, അതായത് ഉപജീവന മാർഗം നൽകാൻ ഭർത്താവിന് ഇൻസ്ട്രക്ഷനും കൊടുക്കണം. ഇതാണ് അവരുടെ അപേക്ഷ. ആദ്യം ഫാമിലി കോർട്ടിലാണ് പോയത്. ഫാമിലി കോർട്ട് ഈ ഭിക്ഷക്കാരനായ ഭർത്താവിൽ നിന്നും ഇവർക്ക് ചെലവിന് കൊടുക്കാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് ഫാമിലി കോർട്ട് പറഞ്ഞു ഒഴിഞ്ഞു. തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. വിഷയത്തിൽ ഹൈക്കോടതി വളരെ ഗൗരവമായി തന്നെ ഇടപെട്ടു എന്ന് പറയാതെ വയ്യ. ജസ്റ്റിസ് പി.വി. കുഞ്ഞുകൃഷ്ണൻ അവരുടെ ഉത്തരവാണ്. ഹൈക്കോടതി പറഞ്ഞത്, ഈ ഫാമിലി കോർട്ട് പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ഈ ഭിക്ഷക്കാരനായ ഒരു വ്യക്തി, അതും അന്ധനായ ഒരു ഭിക്ഷക്കാരനാണ് ഈ മുസ്ലിം പുരുഷൻ. ഇദ്ദേഹത്തിൽ നിന്നും എന്തു ഉപജീവന തുകയാണ് വാങ്ങി ഭാര്യയ്ക്ക് കൊടുക്കുക? ഒരു നിവൃത്തിയും അയാൾക്ക് തന്നെ കാണൂല. പക്ഷേ ഈ അന്ധൻ മൂന്നാമതും കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇയാൾ ഈ മൂന്നാമത്തെ ഭാര്യയ്ക്ക് എങ്ങനെ ചെലവിന് കൊടുക്കും? ഭിക്ഷയെടുത്ത് ഇവരിങ്ങനെ ഈ ചെലവിന് കൊടുക്കാനുള്ള പ്രാപ്തിയൊക്കെ ഈ മനുഷ്യനുണ്ടോ? ഇത് അജ്ഞതയാണ്. കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധവുമില്ലാത്ത ഒരു മുസ്ലിം പുരുഷനാണ് ഇയാൾ. ഇദ്ദേഹത്തിൻ്റെയൊക്കെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ, മുസ്ലിം ആചാര നിയമപ്രകാരം എത്ര ഭാര്യമാരെ വേണമെങ്കിലും, എത്ര സ്ത്രീകളെ വേണമെങ്കിലും ഭാര്യമാരാക്കാം എന്ന് ഇയാളെ പോലുള്ളവർ ധരിച്ചു വച്ചിരിക്കുന്നു, തെറ്റായി ധരിച്ചു വച്ചിരിക്കുന്നു. അത് സർക്കാർ തന്നെ ഇത്തരം ആളുകൾക്ക് അവബോധം കൊടുക്കണം. ഈ മുസ്ലിം ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നിലേറെ ഭാര്യമാരെ വിവാഹം കഴിക്കാം, പക്ഷേ തുല്യ നീതിയോടുകൂടി അവരെ സംരക്ഷിക്കാൻ പ്രാപ്തിയുള്ള ആളുകളെ അത് ചെയ്യാവൂ എന്നുള്ളതാണ്. പക്ഷേ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് വ്യാപകമായി നമുക്കെല്ലാം അറിയാം. ഇതിൻ്റെ മറവിൽ 1, 2, 3, 4 ഒക്കെ തന്നെ അങ്ങനെ കെട്ടിക്കെട്ടി നിർത്തുന്ന മുസ്ലിം പുരുഷന്മാർ ധാരാളമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം തന്നെ സർക്കാർ ശ്രദ്ധയോടുകൂടി തന്നെ ഫോളോ ചെയ്യണമെന്നും ഇത്തരം ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കണം എന്ന് തന്നെയാണ് ഈ ഹൈക്കോടതിയുടെ നിരീക്ഷണം. ഏത് സാഹചര്യത്തിലും ഒന്നിലേറെ സ്ത്രീകളെ ഭാര്യമാരാക്കി വെക്കാൻ ആർക്കും കഴിയില്ല. ഈ സംരക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആകാം എന്നുള്ളതാണ്. ഈ പെറ്റീഷണറായ സ്ത്രീക്ക് സർക്കാർ ചെലവിന് കൊടുക്കുന്ന മാർഗം എന്തെങ്കിലും കണ്ടെത്തി ഈ സാമൂഹ്യ നീതി വകുപ്പ് മുഖേന അത് ഈ വ്യക്തിക്ക്, ഈ സ്ത്രീക്ക് നൽകാൻ ഏർപ്പാട് ചെയ്യണമെന്നും കൂടി ഹൈക്കോടതി പറഞ്ഞു വെച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് മുസ്ലിങ്ങളുടെ ഇടയിൽ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇത് പലവട്ടങ്ങളിലായി കോടതി ഇതുപോലെ പല പ്രാവശ്യം പല കോടതികളിൽ നിന്നും പരാമർശമുണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങളിൽ വ്യാപകമായി എല്ലാവരും 3, 4 കല്യാണമൊന്നും കഴിക്കുന്നില്ല. പക്ഷേ ഇത് മുതലെടുക്കാൻ വേണ്ടി മാത്രം ചിന്തിക്കുന്ന ആളുകൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അല്ലാതെ എല്ലാവരും അങ്ങനെ ചെയ്യുന്ന കൂട്ടത്തിലല്ല എന്നും കൂടി കോടതിയും പറഞ്ഞു വെച്ചു. എന്തായാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, കണ്ണ് കാണാൻ വയ്യാത്ത ഒരു വ്യക്തി, അന്ധനായ ഒരു വ്യക്തി, അതും ഭിക്ഷക്കാരൻ, അയാൾ മൂന്നാമതും കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് നിന്നും വായിച്ചെടുക്കാവുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്നുള്ളത്. ഭിക്ഷയെടുത്താണ് ജീവിക്കുന്നതും കുടുംബം പുലർത്തുന്നതും. ഈ മനുഷ്യൻ 3 ഭാര്യമാരെ എങ്ങനെയാണ് പോറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഭാര്യ പെറ്റീഷനുമായി കോടതിയിലെത്തി. ഫാമിലി കോർട്ടിൽ മാത്രമല്ല, അവിടെ നിന്നും അവർ ഹൈക്കോടതിയും വരെയും എത്താനുള്ള തൻ്റെ ഇടം കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
ഇതൊക്കെ മുസ്ലിം സമുദായത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങുന്ന ചില കാര്യങ്ങളിൽ ഒരു തുടക്കമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം. എന്തായാലും ഈ ഹൈക്കോർട്ടിൻ്റെ നിരീക്ഷണത്തിന് ഒരു ബിഗ് സല്യൂട്ട്.